ധർമ്മസ്ഥലയിൽ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യെ SIT കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് ധർമ്മസ്ഥല കോടതി കസ്റ്റഡിയിൽ വിട്ടത്. വിശദമായ അന്വേഷണം വേണമെന്ന SIT വാദം കോടതി അംഗീകരിച്ചു. സുനിൽ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഈ ധർമ്മസ്ഥലയിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. വെളിപ്പെടുത്തലുകൾ നടക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു. ഇപ്പോൾ അതിലൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളികളെ വെളിപ്പെടുത്തൽ ഒരു നാടകീയ അന്ത്യം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ വിവാദമായ ഒരുപക്ഷെ കർണാടകയെ പിടിച്ചു കുളിക്കുക വെളിപ്പെടുത്തലായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 100-ലധികം സ്ത്രീകളെ മൃതശരീരങ്ങൾ മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലായി കുഴിച്ചിട്ടു എന്നായിരുന്നു ഈ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ. അത് ഒരുപക്ഷെ കർണാടകയിൽ എത്തിച്ച ഒരു വെളിപ്പെടുത്തലാണ്. വലിയ വിവാദമുണ്ടാവുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയാവുന്നു. അങ്ങനെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള DIG പ്രണബ് മൊഹന്തയുടെ നേതൃത്വത്തിലുള്ള ഒരു 20-അംഗ സംഘമാണ് ഇത് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അവർ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഏതാണ്ട് വിശദമായി 2 ദിവസം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി, മൃതദേഹം കുഴിച്ചിട്ടിരുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ 13 സ്പോട്ടുകൾ അടയാളപ്പെടുത്തി. ആ 13 സ്പോട്ടുകളിൽ പരിശോധന നടത്തി. അതിൽ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് ഒരു അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. അത് പരിശോധനയ്ക്ക് അയച്ചു. പക്ഷേ അത് ഒരു പുരുഷന്റെ മൃതദേഹ അവശിഷ്ടമാണെന്ന് കണ്ടെത്തുന്നു. ഒപ്പം ഈ 10-നും 11-നും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു അസ്ഥികൂടം കൂടി കണ്ടെത്തി. അത് പക്ഷേ 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു അസ്ഥികൂടമാണെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ 13 സ്പോട്ടുകൾക്കപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള കളികളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മറ്റ് വ്യാജ വെളിപ്പെടുത്തലാണോ ഇതെന്നൊക്കെ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ, ചില ചർച്ചകളൊക്കെ പൊതുവെ കർണാടകത്തിൽ ഉണ്ടാവുന്നു. BJPയുടെയൊക്കെ ചില നേതാക്കൾ അത് പരസ്യമായി പുറത്തു പറയുന്നു. DK ശിവകുമാറിനെ പോലെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അത്തരം ചില സംശയങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതേ തുടർന്ന് കർണാടക ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നു. ഇതനുസരിച്ചാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രണബ് മൊഹന്തി DGP ബെൽത്തങ്ങാടിയിലെ അവരുടെ SITയുടെ ഓഫീസിലെത്തുന്നു. ആ ഓഫീസിൽ വെച്ച് ഏതാണ്ട് ഒരു രാത്രി മുഴുവൻ ഈ ശുചീകരണ തൊഴിലാളിയുടെ നീണ്ട മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുപ്പിനൊടുവിലാണ് ഇത് പൂർണ്ണമായും വ്യാജമാണ്, താന് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. 2024 തന്നെ ചില ആളുകൾ സമീപിച്ചിരുന്നു, പണവും മറ്റുമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നടത്തിയ വ്യാജ വെളിപ്പെടുത്തലാണിത്. ഇത്തരമൊരു സംഭവമൊന്നുമില്ല, താൻ ഈ അന്വേഷണ സംഘത്തെയും ആളുകളെയും വഴിതെറ്റിക്കുകയായിരുന്നു എന്ന മൊഴി നൽകുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CP ചിന്നയ്യ എന്ന് പറഞ്ഞ് ഇത്രയും കാലം ഇയാളുടെ പേരെന്താണെന്ന് പോലും അന്വേഷണ സംഘവും മാധ്യമങ്ങളൊന്നും വെളിപ്പെടുത്താതെ വെച്ചിരുന്ന ആളാണ്. അയാളുടെ പേര് CP ചിന്നയ്യ എന്നാണ്. ആ ചിന്നയ്യെ ഇന്ന് പുലർച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. വ്യാജ പരാതികൾ ഉന്നയിക്കുക, കലാപത്തിന് ശ്രമിക്കുക, ഒപ്പം പോലീസ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുക തുടങ്ങിയ നിരവധി വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് ഏതാണ്ട് 11:30 മണിയോടുകൂടി ബെൽത്തങ്ങാടി കോടതി മുമ്പാകെ ഇയാളെ ഹാജരാക്കുന്നു. കോടതിയിൽ ഇയാളെ കൂടുതൽ തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടു നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷന്റെ ഈ വാദം അല്ലെങ്കിൽ ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും 10 ദിവസത്തേക്ക് ഇയാളെ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകുകയും ചെയ്തു. അതായത് എന്തിനാണ്, ആര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചന എന്താണ്, അതിലേക്ക് വഴിതെളിച്ചത് ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഈ സംഭവത്തിൽ പങ്കുള്ളത് തുടങ്ങി അനവധി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയണം. അതായത് 2004 ഇവിടെ തന്റെ മകളെ 2004 ഈ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാതായി എന്ന് പറഞ്ഞ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ പോലീസിൽ പരാതി നൽകിയിരുന്നു. അവര് പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ അവർ മാധ്യമങ്ങളിൽ വലിയ സജീവമായി ഉണ്ടായിരുന്നു. അവര്
കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ അത് സജീവമായി കണ്ട ഒരു സ്ത്രീയാണ്. അവളുടെ മകൾ അനന്യ ഭട്ട് അവർ 2004 സുഹൃത്തുക്കൾക്കൊപ്പം മഞ്ജുനാഥ ക്ഷേത്രത്തിലെത്തി. ആ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കാണാതെ പോയി. ഇതുവരെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസ് പക്ഷെ മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല ആ സുജാത ഭട്ടിന് നേരെ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകളുടെ അക്രമം ഉണ്ടാകുന്നു. ആ അക്രമത്തിൽ അവർക്ക് പരിക്കേൽക്കുന്നു, ഗുരുതരമായി അവർ കോമയിലായി പോകുന്നു എന്നൊക്കെയായിരുന്നു അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ. പക്ഷേ SIT അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ സുജാത ഭട്ടിന് അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു മകൾ പോലും ഇല്ല എന്ന് കണ്ടെത്തുകയാണ്. ഇതേ തുടർന്ന് അവരോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് നൽകി ഇന്ന് അവർ ഹാജരാകാനിരിക്കെ ഇന്ന് രാവിലെ അവരൊരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് ഒരു അഭിമുഖം കൊടുക്കുന്നു. ആ അഭിമുഖത്തിൽ താൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, തനിക്ക് ചെറിയ അബദ്ധം പറ്റിയതാണ്, തന്നോട് എല്ലാവരോടും തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ടെലിവിഷൻ ചാനലിൻ്റെ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. എന്തായാലും അവരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോയിട്ടില്ല. അവർക്ക് ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ ചോദ്യം ചെയ്യലിന് ഹാജരായാലുടൻ ഒരുപക്ഷെ അവരുടെ അറസ്റ്റും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്താനാണ് സാധ്യത. ശരി, സുനിൽ ഐസക്കാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.